ഗംഭീരമാണ്. അതൊക്കെ എത്രയും മുകളിലാണെന്ന് പറയാനുള്ളത്. വെരി വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഇന്റർനാഷണൽ തീർച്ചയായിട്ടും. അടിപൊളി മൂവിയായിരുന്നു. പെർഫോമൻസ് സന്ദീപിന്റെ ആണെങ്കിലും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു മൂവി. തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിലും സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. അല്ല, ഭീകരമാണ്. നിങ്ങൾ കണ്ടു നോക്കാം. കണ്ടും നല്ലൊരു സാധനം ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ വരിക എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുന്നതായിരുന്നു. അപ്പം ഇതുപോലുള്ളൊരു മേക്കിങ്ങിൽ ഇപ്പം ഇതിൻ്റെ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഞാൻ ഫോളോ ചെയ്തിരുന്നു. അപ്പം ഭയങ്കര മഴയും കാറ്റും ബഹളവും ഒക്കെ ഉള്ള ഭയങ്കര മഴയുള്ളൊരു സമയമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും യാതൊരു ഇതും പിന്നെ നമുക്ക് കണ്ടറിയാം എത്രമാത്രം സ്ട്രഗിൾ ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളത്. അതിൻ്റെയൊക്കെ റിസൾട്ട് എന്തായാലും വരും. നല്ലൊരു മേക്കിംഗ് ഉള്ള എക്സലൻറ്റ് സ്ക്രിപ്റ്റ് വർക്കും പരിപാടികളൊക്കെ ഉള്ളൊരു വേൾഡ് ക്ലാസ്. ഈ ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് പാൻ ഇന്ത്യൻ ആവുന്നതെന്ന് പറയുന്ന പോലെ അല്ല, കണ്ടൻറ്റാണ്. കണ്ടൻറ്റിൽ കൂടെ വരുന്ന ഒരു വേൾഡ് ക്ലാസ് ടൈപ്പ് മൂവിയാണ്. ഇപ്പോൾ ഒരു വലിയ ആക്ടർ ഇല്ല, അല്ലെങ്കിൽ സന്ദീപ് ഡെഫിനറ്റ്ലി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു വലിയൊരു ആക്ടറുടെ ബാക്കിങ്ങോ വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാക്കിങ്ങോ ഒന്നുമില്ല. പക്ഷെ അവർ കണ്ടൻറ്റിൽ തന്നെ വിശ്വസിച്ച ഒരു ഉഗ്രം പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതൊരു കിടിലൻ സാധനം, പാൻ ഇന്ത്യനൊക്കെ മേലെ നിൽക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. ഈ സിനിമയെക്കുറിച്ച് ടോക്ക് ചെയ്യും എല്ലാവരുടെയും ഡിസ്കഷൻ ചർച്ചകളൊക്കെ ഉണ്ടാവും, ഉറപ്പാണ്. സ്ക്രീൻ പ്ലേക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് കിട്ടിയൊരു പടമാണ്. അതെ, അത്തരത്തിലുള്ള ഒരു നല്ലൊരു മൂവി സംസാരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഉറപ്പായിട്ടും. ഇപ്പം ഈ ചില സിനിമകളിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ നമുക്കങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സ്ക്രീൻ പ്ലേ നമ്മൾ അറിയില്ല. ഞാൻ കേട്ടിട്ടുള്ളത്, നമുക്കൊരു കാര്യം അറിയുന്നില്ലെങ്കിൽ അതാണ് അതിലെ ഏറ്റവും ബെസ്റ്റ്. ഇപ്പം എഡിറ്റിംഗ് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് എഡിറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അത്ര അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ജോഗ്രഫി കണ്ടില്ല, അവിടെയൊക്കെ എങ്ങനെയാണ് ബാബുൽ ക്യാമറയൊക്കെ കൊണ്ട് പരിപാടികൾ ചെയ്തത്, ഈ ക്രൂ മൊത്തം അവിടെ എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതിലൊക്കെ അടിപൊളി സംഭവം. സ്ക്രീൻ പ്ലേ ആയാലും എഡിറ്റിംഗ് ആയാലും ഡയറക്ഷൻ ആയാലും BGM ഒക്കെ സൂപ്പറാണ്. പെർഫോമൻസും അതിഗംഭീരം. സഹീർക്കയും സന്ദീപ് വിനീതേട്ടൻ ആരെയും നന്നായിട്ട് എല്ലാവരും നന്നായിട്ട്. I think the most memorable is the emotion scenes, because I need to push myself at the emotion. Yeah. Have you heard the whole story before doing this? Have you heard about the full story? Do you know your character fully? Fully? I don't think so. I know the fully, but I know in the movie I'm the soy. Yeah. But I don't know the fully story. Yeah. മൂവി ഈസ് അമേസിങ്. നല്ല സിനിമയാണ്. എല്ലാവരുടെ ആക്ടിങ്ങും നല്ലതായിരുന്നു, മേക്കിംഗ് നല്ലതായിരുന്നു. ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കിഷ്കിന്ദ കാണ്ഡം ഇഷ്ടപ്പെട്ടവർ ഇതും ഇഷ്ടപ്പെടും. ആൻഡ് അവർക്ക് ഓരോരോ നിമിഷവും യു വിൽ ഹാവ് യുവർ ഓൺ മൈൻഡ് ടു കിൻഡിൽ. എല്ലാവരുടെയും നല്ലതായിരുന്നു. സന്ദീപിൻ്റെ എസ്പെഷ്യലി അബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. വിനീത് ചേട്ടൻ, നരേൻ ചേട്ടൻ, സഹീർ ഖാൻ, എല്ലാവരുടെയും, അശോക് ഏട്ടൻ, എല്ലാവരുടെയും നല്ല ആക്ടിംഗ് ആയിരുന്നു. സിനിമാറ്റോഗ്രാഫി അബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. ബാഹുൽ രമേശ് ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഡയറക്ടർ ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. സ്ക്രിപ്റ്റ് നല്ലതാണ്. ക്ലൈമാക്സ് ഈസ് എക്സലൻറ്റ്. എവ്രിബഡി മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഡെഫിനറ്റ്ലി കിഷ്കിന്ദ കാണ്ഡം മേലെ. ഹായ്. പടം എക്സലൻറ്റ് മൂവി. സിനിമാറ്റോഗ്രാഫി ഗ്രേറ്റ്. സ്ക്രീൻ ഗ്രേറ്റ്. അൺഎക്സ്പെക്റ്റഡ് ക്ലൈമാക്സ്. ആരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്ലൈമാക്സ് അല്ല. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് സിനിമാറ്റോഗ്രാഫി സ്ക്രീനിൽ കാണാൻ അവർ എടുത്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി വേറെ ലെവലാണ്. സോ ആൻഡ് സന്ദീപ് ആക്ടേഴ്സ് എല്ലാം എക്സലൻറ്റ് പെർഫോമൻസ്. സോ മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ച് മൂവിയാണ്. സോ എല്ലാവരും വന്ന് കാണുക. താങ്ക് യു. ഒരു അടിപൊളി സിനിമ. ഇപ്പം നമ്മൾ പൊതുവേ നേച്ചർ എലമെന്റ് ആക്കാറുണ്ട്, എല്ലാ എലമെന്റ് ആക്കുന്നത്. ഇങ്ങനെ ഓരോരോ ആനിമൽ ഒരു എലമെന്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാന റോൾ എങ്ങനെയാണ് അതൊരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ഇല്ല, അത് കഥ ഡിമാൻഡ് ചെയ്യുന്ന ആ രീതിയിലാണ്. അപ്പോൾ ആനിമലും അതിൽ പ്രസൻസ് വന്നു എന്നുള്ളതാണ്. അങ്ങനെ പർട്ടിക്കുലർലി ഇത് വേണമെന്നുള്ള വിചാരിച്ചിട്ട് ചെയ്യുന്നില്ല. ബാഹുലിൻ്റെ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റായിരുന്നു, അത് അങ്ങനെ വന്നു. ഇതിലും ആനിമൽസിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടേഴ്സാണ്. നമ്മുടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം പോലെ തന്നെ ഇതിൽ ആനിമലും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സാണ്. അതെ, ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഇതിന് മുന്നേയും ഡോഗിനെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിട്ട് ഒരു സീരീസ് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങി.
ചെയ്തിട്ടും ആ ഒരു ഇമോഷൻ നന്നായിട്ട് നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 100% നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ ടെക്നീഷ്യൻസ് എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തത്. നമ്മൾ നിങ്ങൾ ട്രെയിലറിലെല്ലാം കണ്ട പോലെ തന്നെ അങ്ങനത്തെ ഒരു ടെറൈനും എല്ലാം ചെയ്ത പടമാണ്. കുറേ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. അതിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആൾക്കാരെ കയ്യടി കാണുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ കിഷ്കിന്ധാകാന്ഡത്തിന് ലാസ്റ്റ് ഇയർ കയ്യടിയായിരുന്നു നമുക്ക് ഭയങ്കര പ്രചോദനം. അതേപോലെ തന്നെ ഇതിലും ഈ കയ്യടി കെട്ടിയപ്പോൾ ഹാപ്പി. സോ ഹാപ്പി. താങ്ക് യു. തിയേറ്റർ ഫീലിനുള്ള ഒരു ക്ലാസ് മൂവിയാണ്. നമ്മളത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യും. അല്ലാണ്ട് നമുക്കൊരു കഥ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതിന് മുന്നിലുള്ള പ്രൊമോഷൻ ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ തന്നെയാണ് വന്നത്. ഇത് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കണ്ട് മനസ്സിലാക്കാൻ എല്ലാവരും പറയുന്നത് ക്ലൈമാക്സിനെ കുറിച്ചാണ്. ഗൂസ് ബംപ്സ്. വേറെ എന്താണ് ഞാൻ പോയി ഷൂട്ടിൽ എക്സ്പീരിയൻസ് ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ചെയ്തതാണ്. കാരണം ആ പടം കാണുമ്പോൾ അറിയാം ചെയ്ത സ്ഥലങ്ങളും അതിൻ്റെ അകത്തുള്ള പരിപാടികളൊക്കെ അങ്ങനെ ഒരുപാട് റിസ്ക് എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് റെഡ് അലേർട്ടായിരുന്നു. ഇത് ഭയങ്കര മഴയും കാറ്റും പരിപാടിയൊക്കെ ഉള്ള സമയത്താണ് ഇതിൻ്റെയൊക്കെ ഷൂട്ട് നടന്നു പോയത്. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തത്. ആ എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്. കിഷ്കിന്ധാകാന്ഡം എന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞിട്ട് വന്ന് അത് ആ സിനിമ കണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നവർക്ക് കുറച്ചും കൂടി നിലവാരം കൂടിയ രീതിയിൽ തന്നെയാണ് ബാഹുലും രഞ്ജിത്തും ഈ പടം ഒരുക്കി വെച്ചേക്കുന്നത്. കാണുന്ന ഒരു സിനിമ ഓഡിയൻ, വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സിനിമ ഓഡിയൻ ഒരിക്കലും നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ഗംഭീര പ്രകടനങ്ങളും ഗംഭീര ടെക്നിക്കൽ ക്വാളിറ്റിയാണ് ഇതിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, സന്ദീപ് ഇത്രയും നാൾ പോയ ഒരു ഗ്രാഫ് സന്ദീപിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാലിമി ആയിക്കോട്ടെ, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പടക്കളം ആയിക്കോട്ടെ, എല്ലാ പടങ്ങളിൽ നിന്നും ഈ പടത്തിൽ എന്താ പറയുക, സന്ദീപിന് കിട്ടിയ ഒരു പൊൻതൂവൽ, ഒരു മെഡൽ തന്നെ ഈ പടത്തിൽ തന്നെ ഉണ്ട്. ഗംഭീര പെർഫോമൻസ് ആണ് സന്ദീപ്. അതുപോലെ തന്നെ നരയൻ ചേട്ടൻ, അതുപോലെ വിനീത് ചേട്ടൻ, ബിനു പപ്പു ചേട്ടൻ, അങ്ങനെ ഇതിൽ അഭിനയിച്ച എല്ലാവരും, ഈച്ച് ആൻഡ് എവറിത്തിങ്. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന മലേഷ്യയിൽ നിന്നും അതുപോലെ തന്നെ മണിപ്പൂരിൽ നിന്നും ഒക്കെയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് എന്ന് തന്നെ അവരെ വിളിക്കാം. അവരൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഒപ്പം നമ്മൾ ഏറ്റവും പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മളോടൊപ്പം എപ്പോഴും ഉള്ള നായ്ക്കുട്ടികൾ, അവർ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ആ ഒരു ഇത് സംഭവങ്ങൾക്കൊക്കെ അവരെയൊക്കെ ഗൈഡ് ചെയ്ത് ഈ രീതിയിലേക്ക് എടുത്തതിനുള്ള ബ്രില്യൻ്റ് ആണ്. ഒപ്പം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് പ്രകൃതിയാണ്. എപ്പോഴും നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കും. ഈ സിനിമ കാണുമ്പോൾ ഒരു വിഷ്വൽ ബ്യൂട്ടിനെസ്സും കൂടി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പടം തന്നെയാണ് പ്രേക്ഷകന് വേണ്ടി ഈ ടീം സമ്മാനിച്ചിരിക്കുന്നത്. ഒക്കെ എന്തായാലും ഒരു ദൃശ്യ മികവ് തന്നെയായിരിക്കും. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമയാണ് എക്കോ. താങ്ക് യു.